യെസ്, അപ്പോൾ നമ്മളിന്ന് കോട്ടയത്ത് നിന്ന് മൈസൂരേക്ക് നമ്മൾ പണിതുകൊണ്ടിരുന്ന വണ്ടി കൊണ്ടുവന്നൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ നൈറ്റാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പോകുന്ന വഴി ഫുള്ള് നൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞോളൂ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. അപ്പം എന്തായാലും നമുക്ക് പോകുന്ന വഴി കാണാം. ചിലപ്പോൾ നാളെ രാവിലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ നമ്മുടെ വണ്ടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. എസ് ഇതാണ് നമ്മുടെ വണ്ടി. കംപ്ലീറ്റ് പോയി കിടന്നൊരു വണ്ടിയാണ്. അപ്പം നമ്മളിത് ഇത്രയും നന്നായി ശരിയാക്കി എടുത്തിരിക്കുകയാണ് ഈ വണ്ടി. പിന്നെ ഈ വണ്ടിയുടെ ഒരു കണ്ടീഷൻ നിങ്ങൾ ആദ്യമേ കണ്ടതായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ വണ്ടി കുറച്ച് നാളായിട്ട് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നാൾ വണ്ടി അവിടെ ചുമ്മാ ഇരുന്നായിരുന്നു. പിന്നെ ഈയിടെ ഒന്ന് ശരിയാക്കിയായിരുന്നു. വണ്ടി പണിയുന്ന വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്ലിപ്സൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ കുറച്ച് ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചാനലിൽ ചെയ്താൽ കാണാൻ പറ്റും. ഷോർട്സൊക്കെ കണ്ടവർക്ക് തന്നെ അറിയാം ഈ വണ്ടിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമായിരുന്നു. അത്യാവശ്യം ഹെഡിനകത്ത് വരെ വെള്ളം കയറി നല്ല ഒരു പരുവായിരുന്നു വണ്ടി. പിന്നെ അത്യാവശ്യം ഞാൻ തന്നെ അത് ശരിയാക്കി എടുത്തതാണ്. ഞാനും സുഹൃത്തോട് കൂടി നിന്നാണ് ശരിയാക്കി എടുത്തത്. പിന്നെ ഈ വണ്ടിയെ തന്നെയാണ് നമ്മളിപ്പോൾ മൈസൂർ പോകുന്നത്. ഇതവിടം വരെ ഓടി ചെല്ലുവോ, ഇടയ്ക്ക് വെച്ച് പൊട്ടിത്തെറിക്കുകയോ കത്തിപ്പോകുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ നാടുകാണി ചുരം കഴിഞ്ഞിരിക്കുകയാണ്. വണ്ടിക്ക് ഇത്ര നേരം ഓടിയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം പതുക്കെ തന്നെയാണ് പോകുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ അറിയാമല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ ലൊക്കേഷനിലോട്ട് ഇവിടുന്ന് ഒരു 120 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കി പോകുന്ന വഴി അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ വന്നേക്കാണ്. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നമുക്കിനി ഷോണിനോട് തന്നെ ചോദിക്കാം. ഷോണിൻ്റെ ഒരു ഇത് തന്നെയാണ് ചോദിക്കാം. ഞാൻ ശരിക്കും ഓർത്തില്ല കേട്ടോ ഇത് ഇവിടം വരെ എത്തുമെന്ന്. ഞാൻ ഓർത്ത് ചുമ്മാ തമാശ പറയുന്നത് അതൊക്കെയാ ഓർത്തത്. പക്ഷെ ആള് പുലിയ ഇവിടെ എത്തിച്ച്, സാധനം ഇവിടെ എത്തിച്ച്. ഞാൻ ആദ്യം ഇത് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുണ്ട് ചുമ്മാ തമാശ പറയുന്ന രീതിക്കാണ്. പക്ഷെ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതൊരു ഇവിടം വരെ സാധനം കൊള്ളാം, പൊളി. ഓക്കെ, അപ്പോൾ നമ്മളിത് ട്രെയിനെ കയറ്റി കൊണ്ടുവന്ന് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇത്. കാരണം കോട്ടയത്ത് നിന്ന് മൈസൂർക്ക് ട്രെയിനില്ല. റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ കോട്ടയത്ത് നിന്ന് ട്രെയിൻ. പിന്നെ ചേർത്തല ചെന്നപ്പോൾ അവിടുത്തെ പാർസൽ സർവീസ് നിർത്തി വെച്ചേക്കുക. അടുത്ത മാസമേ തുടങ്ങുള്ളൂ. അവിടെ എന്തോ വിഷയമൊക്കെ ആയിട്ട് നിർത്തി വെച്ചേക്കുക.
അത് കഴിഞ്ഞിട്ട് നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വിടാമെന്ന് വിചാരിച്ച് നേരെ ആലപ്പുഴ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞു അവിടെ ഓണറുടെ കൂടെ അവരുടെ ലഗേജ് ആയിട്ടുള്ളൂ ഇത് കയറ്റി വിടുള്ളൂ. അപ്പോൾ ഓണർ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഓടിച്ചങ്ങവനെ കൊണ്ട് തരാന്നുള്ള രീതിയിലായിരുന്നു ഇത്. അപ്പം തന്നെ അത് ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. ഒരു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, നാട്ടുകട പോലെ പ്ലേറ്റും അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.